ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. അതിനെ വന്നത് ജീവിതത്തിൽ നമുക്ക് ഓരോ കിട്ടുന്ന പാഠങ്ങളെ, ഓരോരോ പാഠങ്ങളും ഓരോരോ അനുഭവങ്ങളും ഓരോ പാഠങ്ങളാണ്. അപ്പം ഞാൻ ചുരുക്കി പറയാം. എനിക്ക് ഇന്നലെ രാവിലെ എറണാകുളത്ത് വൈറ്റിലയിലൊരു പ്രമുഖ ട്രാവൽ ഏജൻസിയിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഓട്ടോ ഉണ്ട്, നെടുമങ്ങാട് കോടതി പോകാനാണ്. അപ്പം രാവിലെ 6 മണിക്ക് വിളിച്ചു. നമ്മുടെ സുഹൃത്താണ് വിളിച്ചത്. അപ്പോൾ ഞാൻ നേരെ വൈറ്റിലേക്ക് ഫ്രഷ് ആയിട്ട് വൈറ്റിലെ ചെന്നു. അപ്പോൾ പാർട്ടി ഇവിടെ ട്രാവൽസിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഒരു ലേഡിയായിരുന്നു. അവർ വണ്ടിക്കകത്ത് കയറി. അവർ പറഞ്ഞു നേരെ നെടുമങ്ങാട് പോകണം. അപ്പം ഞാൻ ശരി. അവർ പോകുന്ന വഴിക്ക് ഉദയംപേരൂർ വഴി പോകണമെന്ന് പറഞ്ഞു. ഉദയംപേരൂർ അവരുടെ കസിൻ്റെ വീട്ടിൽ കയറണം. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഒരു കസിൻ്റെ വീട്ടിൽ കയറി തിരിച്ച് വരുമ്പോൾ ഞാൻ പമ്പ് കയറി. എൻ്റെ അടുത്ത് ട്രാവൽസ് എന്ന് പറഞ്ഞായിരുന്നു ഒരു 5 രൂപ അഡ്വാൻസ് മേടിക്കണം. അപ്പം ഞാനാണ് എൻ്റെ ഇതിന് വേണ്ടി എൻ്റെ വണ്ടിയിൽ ഓൾറെഡി ഫുൾ ടാങ്ക് ഇരിക്കുക, അടിക്കാൻ പറ്റില്ല. പിന്നെ എന്തായാലും ഞാൻ പമ്പിൽ കയറ്റി കുറച്ച് ഫില്ല് ചെയ്യാൻ വേണ്ടി അവരോട് പറഞ്ഞു എനിക്കൊരു 5 രൂപ അഡ്വാൻസ് വേണം. അപ്പോൾ അവർ പറഞ്ഞു ട്രിവാൻഡ്രം ചെല്ലുമ്പോൾ ഞാൻ തന്നോളാം, എനിക്ക് അന്നേരത്തേക്ക് അക്കൗണ്ടിൽ പൈസ ആവുള്ളൂ, ട്രാൻസ്ഫർ ആവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളത് വിശ്വസിക്കുമല്ലോ. കാരണം ഒരു പാർട്ടി വണ്ടിക്കകത്ത് കയറി അവർ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഞാൻ ശരി ഓക്കെ. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്ത് എത്തി. പോകുന്ന വഴിക്ക് ഇവർ ഭക്ഷണമൊന്നും കഴിക്കാൻ നിന്നില്ല കേട്ടോ. ഞാൻ തന്നെ കഴിച്ചു. ഞാൻ അവരോട് ചോദിച്ചു വല്ലതും വേണോ, അവർക്കൊന്നും വേണമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു കട്ടൻ ചായ വല്ലതും കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു മേടിക്കാം. അങ്ങനെ എൻ്റെ കയ്യിൽ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ബിസ്ക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് ബിസ്ക്കറ്റ് കൊടുത്തു. അതിൻ്റെ ബിസ്ക്കറ്റ് ബാക്കി ഇനി ഇത്ര കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അതെല്ലാം കഴിഞ്ഞ് ഇവർ നെടുമങ്ങാടെത്തി. ഇവർ നെടുമങ്ങാട് പോക്സോ കോടതിയിലാണ് പോയത്. ഒരു ഷെഡ്യൂൾ കാസ്റ്റാണ് ഇവർ. അപ്പോൾ അങ്ങനെ എന്തോ റേറ്റ് കേസുകളാണ്. അങ്ങനെ കോടതി ചെന്ന പാടെ ഞാൻ അവിടെ അടുത്തൊരു കടയിൽ പോയി ഇച്ചിരി ചോറ് വെച്ചിട്ടു. കാരണം എനിക്ക് വിശന്നിട്ട് കണ്ണു കാണാൻ പറ്റില്ലായിരുന്നു. കുറേ കഴിഞ്ഞ് ഇവർ വന്നു. അവർ പറഞ്ഞു അടുത്തൊരു മാർക്കറ്റിൻ്റെ അകത്തൊരു വേറൊരു കോടതി ഉണ്ട്, അവിടെ പോകണം. അങ്ങനെ മാർക്കറ്റിൻ്റെ അകത്തൊരു കോടതി പോയി. അതെല്ലാം കഴിഞ്ഞ് അവിടെ കുറേ കഴിഞ്ഞ ശേഷം വന്നു. ലാസ്റ്റ് അവർ പറഞ്ഞു കല്ലറ എന്നൊരു സ്ഥലത്ത് പോകണം, അവിടെ ഒരു വീട്ടിൽ പോകണം, അവിടെ ചെന്നാൽ പൈസ മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അവിടെ ഇല്ലെങ്കിൽ പാളയത്ത് പോയി അവിടെ നിന്നൊരു പൈസ മേടിച്ചു തരാമെന്ന്. അപ്പോൾ നമ്മളിതൊക്കെ വിശ്വസിച്ച് നേരെ കല്ലറയ്ക്ക് പോവാണ്. അവിടെ നിന്ന് 22 കിലോമീറ്റർ കാണിച്ചായിരുന്നു. കല്ലറ ചെന്ന ഒരു വീട്ടിൽ ചെന്ന് അവിടെ ചെന്നപ്പോഴല്ലേ മൊത്തത്തിൽ കഥ മാറിയത്. ഇവരെ അതവരുടെ ഫാമിലി ഇഷ്യൂ ആണ്. അതിപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. എന്നാലും അതായത് അവരുടെ കല്യാണം ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് അവർ. അപ്പോൾ ഇവർ തമ്മിൽ എന്തോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെയോ കോംപ്ലിക്കേറ്റഡ് കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ അദ്ദേഹത്തിനെ കണ്ട് അദ്ദേഹത്തിന് പൈസ മേടിച്ച് എനിക്ക് തരാൻ എന്നാണ് അവർ പറയുന്നത്. അവിടെ വന്നപ്പോൾ ആ വീട്ടിൽ അദ്ദേഹം ഇല്ല, അവരുടെ ഉമ്മ എന്തോ പുറത്തു പോയിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത് ഇവർക്ക് ഫോണില്ല. ഇവർ വിളിക്കുന്നത് മൊത്തം വഴി കാണുന്ന ആൾക്കാരോട് സംസാരിച്ചിട്ടാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഫോൺ തരും. എൻ്റെ ഫോണിൽ നിന്ന് 2-3 പ്രാവശ്യം വിളിച്ചു. ഞാൻ അവരോട് പറഞ്ഞു അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വേണമെങ്കിൽ തരാം, കാരണം എനിക്കിങ്ങനെ നമ്മുടെ പേഴ്സണൽ ഫോണാണ്, പാർട്ടികൾക്ക് അങ്ങനെ ഞാൻ കൊടുക്കാറില്ല. അത് പറഞ്ഞു. എന്തായാലും വരാനുള്ളത് വന്നു. അങ്ങനെ നമ്മൾ ഒരു 3:30 ആയപ്പോൾ അവിടെ കല്ലറ എത്തിയതാണ് ഒരു സ്കൂളിൻ്റെ അടുത്ത്. ഏകദേശം ഞാൻ പറയുന്നുണ്ട് എനിക്ക് CNG ആണ് എൻ്റെ വണ്ടി. അപ്പോൾ അത് 9 മണി കഴിഞ്ഞാൽ പിന്നെ പമ്പ് ഉണ്ടാവില്ല. അതിന് മുമ്പ് ചെന്നാലേ അടിക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ ഇടയ്ക്ക് വരും അത്. അപ്പം അവിടെ തൊട്ടടുത്തൊരു ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് അവരെന്നെ കണ്ട് സംസാരിച്ച് അവരെനിക്കൊരു കട്ടൻ ചായ തന്നിട്ടോ. ഫാമിലി നല്ല ഫാമിലി ആയിരുന്നു. അപ്പോൾ അവരായിട്ട് കുറേ നേരം കഥയൊക്കെ പറഞ്ഞു. കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പം പിന്നെ ഞാനൊരു 4:30 ആയപ്പോൾ വീണ്ടും ചോദിച്ചു. അപ്പോൾ വീണ്ടും അവരെ ഉമ്മ വന്നിട്ട് പോകാം, എന്തായാലും വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞു. ശരി. ഉമ്മ വരുമ്പോൾ എനിക്ക് വന്നൊരു 6:30 തോന്നി. അങ്ങനെ അവർ വന്നപ്പോൾ അവർ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പിന്നെ കുറേ ഒച്ചപ്പാടും ബഹളവും പ്രശ്നങ്ങളൊക്കെ കേട്ടു. അപ്പോൾ നമ്മൾ എന്താണെന്ന് അറിയാൻ ചെന്ന് നോക്കുമ്പോഴാണ് അവർ ഉമ്മയുടെ മോൻ എന്നെ ചീറ്റ് ചെയ്തെന്നു അങ്ങനെ പറയുന്നു. ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ നാട്ടുകാർ അറിഞ്ഞു. മൊത്തത്തിൽ അവിടെ എല്ലാവരും വരുന്നവരും പോകുന്നവരും ചോദിക്കും എന്താ കേസ്. നമുക്ക് ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞു അറിയില്ല, അങ്ങനെ ഓട്ടം വന്നതായിരുന്നു, നമുക്കിപ്പോൾ ഓട്ടക്കാശും തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല, അവിടെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ കുറേ കഴിഞ്ഞ് ലാസ്റ്റ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെളിയായി ഒച്ചപ്പാടേ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, പക്ഷേ ഒന്നെങ്കിൽ എൻ്റെ ഓട്ടക്കാശ് തരാൻ എനിക്ക് പോകായിരുന്നു. അപ്പോൾ ആ ഓട്ടക്കാശ് ഇട്ട് തരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ലാസ്റ്റ് അവസാനം വെഞ്ഞാറോട് സ്റ്റേഷനിൽ നിന്ന് പോലീസ് വന്നിട്ട് രാത്രി
നൈറ്റ് പെട്രോളിങ്ങുള്ള പോലീസായിരുന്നു. ഒരു 9:30 ഒക്കെ ആയപ്പോൾ വന്നതാണ് പോലീസ് വണ്ടി വന്നിട്ട് കാര്യങ്ങൾ ഇവർ പറഞ്ഞു ഇന്ന പോലെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളൊരു കംപ്ലയിൻറ്റ് കൊടുക്കൂ, സ്റ്റേഷനിലേക്ക് വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ താനും വണ്ടി എടുത്ത് വരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്റ്റേഷനിൽ വന്ന് അവർ ഒരു SI വരാൻ ലേറ്റ് ആകുമായിരിക്കും, കാരണം SI പെട്രോളിങ് കഴിഞ്ഞാൽ വരുള്ളൂ. അങ്ങനെ അവരും പരാതി കൊടുത്തു. ഞാൻ അപ്പോഴാണ് ഇവരുടെ യഥാർത്ഥ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഞാൻ സാറോട് പറഞ്ഞു, സാർ എനിക്ക് ഇവരെ ഇന്ന് രാത്രി എൻ്റെ വണ്ടിയിൽ അക്കൗണ്ടിന് ബുദ്ധിമുട്ടാണ്, കാരണം എനിക്ക് ഇവിടെ വരെ വന്നത് എന്താ വെച്ചാൽ അതിൻ്റെ എന്തെങ്കിലും എനിക്ക് തന്നെ എന്നെ പറഞ്ഞു വിടണം, കാരണം എനിക്ക് ഇവരെ കൊണ്ട് എറണാകുളത്തേക്കോ അല്ലെങ്കിൽ എവിടെയും പറ്റില്ല, കാരണം റിസ്ക് എടുക്കാൻ വയ്യ. നമ്മൾ ലോൺ മേടിച്ച് വണ്ടിയൊക്കെ മേടിച്ച് അല്ലെങ്കിൽ കടം മേടിച്ച് ലോണൊക്കെ ഏറ്റുള്ള വണ്ടിയാണ്, ഇത് ഓടിയിട്ടാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നാൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ അവിടുന്ന് പറഞ്ഞു ഈ മാഡത്തിൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ പുള്ളി എൻ്റെ നമ്പറിലേക്ക് വിളിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു തനിക്ക് തിരിച്ചു പോകാനുള്ള കാശ് ഒരു 1500 ഇട്ട് തരാം പെട്രോൾ അടിക്കാൻ. പക്ഷെ ഇത് നിമിഷം വരെ ഇട്ട് തന്നിട്ടില്ല, തരുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ തന്നാലും ഇല്ലെങ്കിലും നമുക്ക് ഇതെല്ലാം സഹിച്ചേ പറ്റൂ, കാരണം തലവിധിയല്ലേ. ട്രാവൽസുകാരനോട് ചോദിച്ചാൽ അവൻ പറയും നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ 5 രൂപ അഡ്വാൻസ് മേടിക്കാൻ, അവർ കൈ വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു 8ന്റെ പണി കിട്ടിയിട്ടിരിക്കുകയാണ്. ഞാൻ അവിടുന്ന് അവരെ ഒഴിവാക്കി ഞാൻ അവിടെ തൊട്ടടുത്തൊരു പമ്പിൽ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് പലക്ക് തേച്ച് ഒരു ചായയൊക്കെ അടിച്ച് CNG ഓണായി. ഒരു ഫുൾ ടാങ്ക് CNG എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ അടിച്ചു. എന്നിട്ടിപ്പം ഞാൻ തിരിച്ച് എറണാകുളത്തേക്ക് പോവാണ്. അപ്പോൾ ഞാൻ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വന്നതെന്ന് വെച്ചാൽ എങ്ങനെ പോയാലും ഒരു 2,500 രൂപ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടം. അത് ഞാൻ എവിടെയെങ്കിലും ഭണ്ഡാരത്തിൽ നേർച്ചിട്ട് തന്നെ കരുതാമെന്ന് എനിക്ക് തോന്നുള്ളൂ, കാരണം വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ ഇതേപോലുള്ള അനുഭവങ്ങളൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക. അനുഭവം പണ്ടൊക്കെ ഇഷ്ടംപോലെ വരുമായിരുന്നു കേട്ടോ, കാരണം ഡയറക്റ്റ് വന്ന് നടന്നു വരുന്ന കസ്റ്റമർ എങ്ങനെയാണെന്ന് അറിയാല്ലേ. പിന്നെ ഇപ്പോഴൊക്കെയാണ് ഓരോരോ ട്രാവൽസിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ അവർക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ വേണം. നമ്മളെപ്പോൾ ഒരു സാധാരണക്കാർ ഒരു വണ്ടിയൊക്കെ എടുത്ത് അവരിങ്ങനെ ഓടുമ്പോൾ ഇതേപോലത്തെ പണികളൊക്കെ കിട്ടുമ്പോൾ നമുക്കത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെയല്ല, നമ്മൾക്ക് പ്രതീക്ഷിക്കുന്നില്ല അവരിന്ന ആൾക്കാരൊന്നും നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ അല്ലേ അറിയുന്നത് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റി കൂടുതൽ എനിക്ക് പറയാനൊന്നുമില്ല, കാരണം എനിക്ക് നല്ലൊരു 8ന്റെ പണി കിട്ടി. 10 പൈസ എനിക്ക് ഈ ട്രിപ്പിന് കിട്ടിയിട്ടില്ല, ഡീസൽ അടിക്കാനും കിട്ടിയിട്ടില്ല, ഒന്നിനും ഭക്ഷണം കഴിക്കാനും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയില്ല. അതായത് ഞാൻ വെറുതെ ഒരു തിരുവനന്തപുരം വന്നു തിരിച്ച് പോകുന്നു. അത് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ 12,500 രൂപ ഇതടിച്ച് എക്സ്പെൻസ് അടിച്ച് ഞാൻ പോവുകയാണ്. അപ്പോൾ വേറെ എന്താ പറയുക, ഇപ്പം ഞാൻ പിന്നെ ഊബർ ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. അപ്പം വല്ലതും കിട്ടുകയാണെങ്കിൽ അത് ഭാഗ്യം അല്ലേ, തിരിച്ച് അപ്പം ചായക്കാശെങ്കിൽ കിട്ടിയത് നല്ലതല്ലേ. എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ ഒരു അനുഭവം, ഒരു ദിവസം ഉണ്ടായ സംഭവങ്ങളാണ്. രാവിലെ ഒരു 24 മണിക്കൂർ സംഭവിച്ച കാര്യങ്ങളാണ് ലൈഫിൽ. നല്ല രീതിയിൽ ഓട്ടം വരുന്നു, തിരിച്ച് ഇവിടെ എത്തുമ്പോഴേക്കും പ്രശ്നങ്ങളായി, പിന്നെ ഓട്ടക്കാശില്ല. പിന്നെ ആ സ്ത്രീ പറയാണ് ഞാനും ആ മറ്റേ ഗ്യാങ്ങിൽപ്പെട്ട ആളാണ്, എന്താ ചെയ്യുക, എങ്ങനെ ഇരിക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ച് ബാക്ക് ടു കൊച്ചിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതേപോലത്തെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ.